നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ ഒരു വലിയ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ആസ്ഥാന ഊളയെ കണ്ടുപിടിക്കാനുള്ള ഒരു കോമ്പറ്റീഷൻ. എന്റെ ഒരു നിഗമനം ശരിയാണെങ്കിൽ അതിൽ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി, അതുപോലെ തന്നെ കബീഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിവി, ഇവരിൽ രണ്ടുപേരിൽ ഒരാളായിരിക്കും കപ്പടിക്കാൻ പോകുന്നത്. കാരണം ക്യാഷ് കിട്ടുമെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് തെണ്ടിത്തരം ചെയ്യാൻ, ആരെ പൂട്ടാനും ആർക്കെതിരെയും എന്ത് കളി കളിച്ച് അവരെ ചതിയിൽപ്പെടുത്തി അവർക്ക് കൊടുക്കാവുന്നതിന്റെ മാക്സിമം പണി കൊടുക്കാൻ ഇവന്മാരെ കഴിഞ്ഞിട്ടേ സോഷ്യൽ മീഡിയയിൽ ആളുകളുള്ളൂ. എല്ലാ കാര്യവും പറയാം. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ് ചെയ്യണം കേട്ടോ. ഒരേ ലൈക്ക്, കമന്റ്സ്, ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചേക്കും. ഈ അണ്ണന്മാരെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറയാൻ കുറെ കാരണങ്ങളുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ പല വീഡിയോസ് ഇവന്മാര് വന്ന് പല ആളുകളെയും വെളുപ്പിച്ചു കൊണ്ടിടുന്നത് നമ്മൾ കാണുന്നുണ്ട്. സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ പല പല വീഡിയോസ് ചെയ്ത്, എസ്പെഷ്യലി 1-2 ദിവസം മുമ്പ് സായി ഒരു വീഡിയോ നമ്മുടെ പുയാടിനെ കൊണ്ട് ചെയ്യിപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തത് നിങ്ങൾ എല്ലാവരും കണ്ടായിരുന്നില്ലേ? അപ്പൊ സായി എന്ന് പറയുന്ന മനുഷ്യൻ എത്ര നന്മ നിറഞ്ഞ മനുഷ്യനാണ്. ഈ സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ അല്ലെങ്കിൽ ആരെങ്കിലും ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാകുമ്പോൾ ഭയങ്കര അധികം ഇനീഷ്യേഷൻ എടുത്തു വന്ന് അവരുടെ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീർത്തു കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു നല്ല വ്യക്തിയാണ് നമ്മുടെ സീക്രട്ട് ഏജന്റ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അന്നത്തെ വീഡിയോയിൽ നിന്ന് എന്താണെന്നറിയില്ല, പെട്ടെന്ന് മനസ്സിലായി നമുക്കൊക്കെ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് കുറച്ചധികം വിഷമം തോന്നിയായിരുന്നു. കാരണം ഞാൻ ചിന്തിച്ചു, ഡോക്ടർ എന്തുകൊണ്ടാണ് ഇതുപോലെയുള്ള ആളുകളെ വീണ്ടും വിശ്വസിക്കുന്നത്? സീക്രട്ട് ഏജന്റ്, വിവി, ആരവ്. കാരണം നിങ്ങൾക്കറിയാം ഡോക്ടറുടെ ലൈഫ് ഇത്രമാത്രം ഡീഗ്രേഡിംഗിലേക്ക് തള്ളിവിട്ടത് ഇവന്മാരൊക്കെ തന്നെയാണ്. പല വീഡിയോസ് ചെയ്ത് ഈ സായി എന്ന് പറയുന്നവൻ എത്രമാത്രം വീഡിയോ ചെയ്തിട്ടുണ്ട് ഡോക്ടറുകളേക്ക്. അതുപോലെ ഡോക്ടർക്ക് എന്തുമാത്രം പണിയെ കൊടുത്തിട്ടുണ്ട് ഇവന്മാരൊക്കെ. ഡോക്ടർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് എങ്ങനെങ്കിലും ട്രോളി ഡോക്ടറുടെ ലൈഫിനെ തന്നെ ഇല്ലാതാക്കാൻ ഇവന്മാരൊക്കെ ശ്രമിച്ചിട്ടില്ലേ? വിവി എന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ആരെല്ലാം ഡോക്ടറെ സപ്പോർട്ട് ചെയ്യുന്നോ അവർക്കൊക്കെ ഇവൻ എങ്ങനെങ്കിലും പണി കൊടുത്ത് അവരുടെ ചാനൽ പൂട്ടിച്ച് അവന്റെ കഞ്ഞി ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇവൻ പറയുന്നത് ചാനൽ പൂട്ടിക്കാൻ എല്ലാവരും ഇവന് ക്യാഷ് കൊടുത്ത് കൊട്ടേഷൻ കൊടുത്തു, ഇവന്റെ ജോലിയാണ് ചെയ്തതെന്ന്. അതായത് എന്ത് തെണ്ടിത്തരം ചെയ്താലും കുഴപ്പമില്ല, എന്റെ വയറ് നിറയണം. അതായത് സമൂഹത്തിനോട് ഒരു നന്ദിയോ പ്രതിബദ്ധതയോ റെസ്പോൺസിബിലിറ്റിയോ ഒന്നുമില്ലാത്തവന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളാണ് ഇതെല്ലാം. ഞാൻ ചെയ്ത തെറ്റ് സമ്മതിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാഷ് മേടിച്ച് പല ചാനലുകൾക്ക് സ്ട്രൈക്ക് കൊടുത്ത ആളുകളാണെങ്കിലും അതിനെ പ്രേരിപ്പിച്ച ആളുകളാണ് കുറച്ചും കൂടിയും ഇതിനകത്ത് തെറ്റുകാര് എന്ന് തന്നെ പറയും. അതായത് നമ്മുടെ ജാസ്മിൻ, കരിപ്പൊടി, അതുപോലെ പല ആളുകളുണ്ട് ഇതിനെയൊക്കെ പറകി കളിച്ച ആളുകള്. പല ചാനലും പൂട്ടിക്കാൻ വേണ്ടി പല ആളുകൾ ഇവന് കാശ് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഇതുപോലെയുള്ള ചാനലുകളൊക്കെ പൂട്ടിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് കൊണ്ട് ഇവനൊക്കെ കഞ്ഞി കുടിക്കുന്നതിനേക്കാളും എത്ര ഭേദമാണ് തെരുവിലേക്ക് ഇറങ്ങി തെണ്ടി ജീവിക്കുന്നത്. കാരണം തെരുവിലെ തെണ്ടുന്ന ആളുകൾക്ക് ഇവനേക്കാളൊക്കെ അന്തസ്സുണ്ടെന്ന് ഞാൻ പറയും. ഇപ്പൊ ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന വ്യക്തിയോട് വിഷമം തോന്നി എന്ന് ഞാൻ പറഞ്ഞു. പല സിറ്റുവേഷനിലൂടെ ഡോക്ടർ റോബിൻ പോയപ്പോൾ ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്ത് ഡോക്ടർ റോബിന്റെ കൂടെ, ഡോക്ടർ റോബിന് എന്ത് വിഷമം വന്നാലും ഡോക്ടർ റോബിന്റെ കൂടെ നിന്ന ഒത്തിരി മനുഷ്യരുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർ റോബിൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പല ആളുകളുടെ വീഡിയോകൾ കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്തപ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിലോ എനിക്ക് വിഷമാണ് തോന്നിയത്. കാരണം ഡോക്ടർ വീണ്ടും ആ ചതിക്കുഴിയിലേക്ക് വീണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവന്മാരെ പോലെയുള്ള ഓരോരുത്തരുടെ വാക്കുകൾ വിശ്വസിച്ച് വീണ്ടും ഡോക്ടർ അങ്ങോട്ട് തന്നെ പോകാന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡോക്ടർക്ക് വന്നതിൽ വലുത് വരാനിരിക്കുന്നു. അതൊക്കെയായിരുന്നു എന്റെയൊക്കെ വിഷമത്തിന് കാരണം. പക്ഷേ ഇന്നലെ നമ്മൾ ഡോക്ടറുടെ ഒരു പോസ്റ്റ് കണ്ടായിരുന്നു. സത്യമായിട്ടും ഡോക്ടർ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുന്നു, ആളുകളെ തിരിച്ചറിയുന്നു. ഇതുപോലെയുള്ള ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഉഡായിപ്പുമായി വരുന്ന ആളുകള് പല കാര്യങ്ങളും മനസ്സിലുറപ്പിച്ച് പല ദുരുദ്ദേശങ്ങളുമായി സായിയെ പോലുള്ള ആളുകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോ അതിന് പിന്നിൽ ചതി തന്നെയാണ്. സായി ഇപ്പൊ ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്ത് ഡോക്ടർ റോബിന്റെ കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ മുന്നോട്ട് വരുന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സിൽ വേറെ പല ഉദ്ദേശങ്ങളും കാണും. ഇപ്പോ ഇവൻ എന്തുകൊണ്ട് വന്ന് ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്തു? കൃത്യമായിട്ട് ഞാൻ പറയാം. ഇവൻ ബിഗ് ബോസിലായിരിക്കുന്ന സമയത്ത് വിവി ഇവനെതിരെ ഒരു വോയിസ് പുറത്തുവിട്ടായിരുന്നു. അതിന് കാരണം സായിയുടെ ഫാമിലി തന്നെയാണ്. അവര് വെല്ലുവിളിച്ചു, ഇവൻ പുറത്തു വിട്ടു. അപ്പൊ ആ പുറത്തു വിട്ടതിന്റെ ഒരു വാശി വിവിയോട് തീർക്കാൻ വേണ്ടി, വിവി ഒരു പുണ്യാളനും അല്ല കേട്ടോ, ഞാൻ അവനെ ഒരു സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല, പക്ഷെ അവനോടുള്ള വാശി തീർക്കാൻ വേണ്ടി അവനെതിരെ ആഞ്ഞടിക്കണം, അവനെല്ലാവരും കൂടി
എടുത്തിട്ട് ഉടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇവൻ ഇപ്പൊ ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്ത് ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഡോക്ടർ റോബിനെ കാണിച്ചു കൊടുക്കുന്നത്. അല്ലാതെ ഇവന് ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന വ്യക്തിയോട് ഒരു ലെവലേശം പോലും നന്ദിയോ കടപ്പാടോ ഒരു സ്നേഹമോ ഒന്നും ഉണ്ടായിട്ടല്ല. ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന വ്യക്തിയെ ശരിക്കും ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളുണ്ട്. അവർക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതെന്ന്. അതായത് ഒരു അവസരം കിട്ടിയ സായിയൊക്കെ ഡോക്ടർ റോബിനിട്ട് പണിയുമെന്നുള്ള ഒരു സംശയവും വേണ്ട. സായിയെപ്പോലുള്ള കൊടാലികളെ മാക്സിമം അകലത്തിൽ നിർത്താം. കാരണം ഇവന്റെ ഒന്നും ഒരു ഹെൽപ്പും ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ആവശ്യമില്ല. ഇവരെയൊക്കെ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവന്നോ അന്ന് വീണ്ടും ഡോക്ടർ റോബിൻ പോകുന്നത് നാശത്തിലേക്ക് തന്നെയായിരിക്കും. ഇപ്പൊ ഇന്നലെ കണ്ട പോസ്റ്റ് വളരെ സന്തോഷം തോന്നുന്നു. കാരണം ഇതുപോലെയുള്ള സാധനങ്ങളെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തി തന്റെ ലൈഫുമായി താൻ എവിടെ എത്തണമെന്ന് ആഗ്രഹിച്ചോ അതിൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെ എനിക്ക് പറയാനുള്ളൂ. ഇവരൊക്കെ ചതി ആ ഒറ്റ ലക്ഷ്യത്തോടുകൂടി മാത്രം ജീവിക്കുന്നതാണ്. ആരെ ചതിച്ചിട്ടായാലും സ്വന്തം പോക്കറ്റ് വീർപ്പിക്കണം എന്ന് മാത്രം കരുതി ജീവിക്കുന്ന ഇവരെ ഒന്നും ഒരിക്കലും നമ്പാൻ നിൽക്കരുത്. അപ്പൊ മറ്റൊരു വീഡിയോയുമായി പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. എല്ലാവർക്കും ടാറ്റാ ബൈ.